ഹലോ! ഞാനിന്ന് സ്റ്റേക്കേഷന് പോകുന്ന ഒരു വ്ളോഗാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ഏപ്രിൽ മിഡിൽ ഞാൻ ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ്. പക്ഷേ എക്സാംസിൻ്റെ തിരക്കൊക്കെ കാരണം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. അങ്ങനെ നമ്മൾ പോകുന്ന വഴി നമ്മൾ ആലപ്പുഴയായിരുന്നു ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. ആവേസിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. എനിക്കിവിടുത്തെ ഫുഡ് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ നോർമലി ആ റൂട്ട് പോകുമ്പോൾ ആവേസിലാണ് നോർമലി കയറാറുള്ളത്. അവിടുത്തെ ഫിഷ് ഐറ്റംസ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടി വന്നിട്ട് കുമരകത്താണുള്ളത്. ലെമൺ ട്രീ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്ക് വളരെ അടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. അവിടുത്തെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അവിടുത്തെ ബെഡ്റൂം, വാഷ്റൂം, ഡ്രസ്സിങ് ഏരിയ, എന്താ പറയുക, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഒന്നിനും ഒരു ഡിസ്ഫങ്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു ഫുൾ സൈസ് മിറർ ഉണ്ടായിരുന്നു അവിടെ, ലൈക്ക് ഫുൾ ലെങ്ത് മിറർ ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ഓൾസോ അവിടുത്തെ പൂളാണ് എനിക്ക് ഏറ്റവും ടോപ്പിൽ നിന്നൊരു സാധനം. നമ്മുടെ റൂം വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൂൾ വ്യൂ ഉള്ള റൂമായിരുന്നു. നമുക്ക് 3 പേർക്കും കിട്ടും. നമ്മൾ 3 ഫാമിലിയാണ് വന്നത്. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. ലേക്ക് വ്യൂ ഉണ്ട്, പൂൾ വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. നമുക്ക് ബോട്ട് റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ആൻറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് റഷായിപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അവരുടെ റൂമിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടാണ് ബോട്ട് റൈഡിന് വേണ്ടി പോയത്. അങ്ങനെ കേക്കൊക്കെ നമ്മളിങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി ഇച്ചിരി റഷായി പോയിട്ട് ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ബോട്ടിങ്ങിൻ്റെ ടൈം അവർ നേരത്തെ വൈൻഡപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു 6 വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു, 5:30 വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നമ്മൾ പിന്നെ റഷ് ചെയ്ത് നേരെ നമ്മൾ എത്തിയപ്പോൾ തന്നെ 4 ആയിട്ടുണ്ടാകും. പിന്നെ പെട്ടെന്ന് 4:30 തന്നെ നമ്മളങ്ങ് കയറി. അപ്പോൾ അവിടെ 1 hour എടുക്കും എന്ന് പറഞ്ഞു പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേർഡ് സാങ്ച്വറി ഉണ്ടല്ലോ കുമരകത്തുള്ള, അതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ നമ്മൾ അതിനൊന്നും നിന്നില്ല, കാരണം നമ്മൾ പൂള് കണ്ടപ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് വരിക, പൂളിൽ പോവുക എന്നുള്ളത് ഒറ്റ ഒരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പോയി. ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി വൈബ്, നല്ല സോഫ്റ്റ് ബ്രീസും ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സൺസെറ്റൊക്കെ കാണാൻ പറ്റി. നല്ല രസമായിരുന്നു. അപ്പോഴത്തേനും നമ്മളിങ്ങനെ അവിടെ കയാക്കിങ് ചെയ്യുന്ന കുറച്ച് പേരെ കണ്ടു. പിന്നെ അതിനെ പറ്റിയിട്ടായി ബോട്ടിൽ ഡിസ്കഷൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ കണ്ട് ഏകദേശം ഒരു 45 മിനിറ്റ്സിന് മുകളിലായപ്പോഴത്തേനും തന്നെ നമ്മൾ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 1 hour എടുത്തേനെ. അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. നമ്മൾ ചായ കുടിക്കാനൊന്നും പോയില്ല. എൽഡേഴ്സ് എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടാണ് പൂളിൽ വന്നത്. നമ്മൾ ഫുൾ ടൈം പൂളിലായിരുന്നു. നമ്മൾ തിരിച്ച് കയറാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 7 മണി, 7-7:30 വരെ നമ്മൾ പൂളിൽ തന്നെയായിരുന്നു. നമ്മൾ ആരെങ്കിലും വഴക്ക് പറയുകയാണെങ്കിൽ കയറാമെന്നുള്ളൊരു വൈബിൽ ഫുൾ ടൈം അതിൽ തന്നെ കിടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്ന് ചേഞ്ച് ചെയ്തു, ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, ഒരു 1/2 hour ഡിസ്റ്റൻസിലായിരുന്നു നമ്മൾ നോക്കിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോൾ എനിക്കൊരു കോഫി കുടിക്കാൻ തോന്നി. അങ്ങനെ അവിടെ തന്നെ സാഷെ നമ്മളെ പാക്കറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിലൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. നല്ല ഹാപ്പി ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. അടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷപ്പായി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഓടുന്ന എന്തിനാണെന്നറിയാമല്ലോ, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. അതെ, അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ളൊരു പൂൾ വ്യൂ. അപ്പോൾ അവിടെ എൻ്റെ വീഡിയോനെ പറ്റിയിട്ടാണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ടീ, കോഫി, മിൽക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്, ബ്രെഡ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അൺലിമിറ്റഡ് ആണ്, ഒബ്വിയസ്ലി ബഫേ ആണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പതുക്കെ അവിടെ ഇരുന്ന് ഈ കായലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് സംസാരിച്ച് ഇരിക്കുവാണ് കേട്ടോ. ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ക്യാരംസ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ചെസ് ഉണ്ട്. അങ്ങനെ ഗെയിംസൊക്കെ കളിച്ച് വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോയി എന്താ പറയുക, ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചാലും പോയത്. പക്ഷേ പൂള് കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ പൂളിൽ ഇറങ്ങാൻ ഒരു മോഹം. അങ്ങനെ ഹാർഡ്ലി ഒരു 1.5-2 hours ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർത്തു ഒരു 1 hour
പൂളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയി ഡ്രസ്സും ചേഞ്ച് ചെയ്ത് നമ്മളെല്ലാവരും വീണ്ടും പൂളിൽ വന്നു കേട്ടോ. പക്ഷെ ഒരുപാട് നേരം ആക്ച്വലി നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വെയിൽ വന്നു തുടങ്ങിയപ്പോൾ ചെറിയതായിട്ട് ബേണിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എന്താ പറയുക, ഫോർഹെഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബേണിങ് പോലെ വന്നിട്ടുണ്ടായിരുന്നു, ഇറിറ്റേഷനൊക്കെ. അങ്ങനെ പെട്ടെന്ന് റൂമിൽ വന്ന് പിന്നെ ചേഞ്ച് ചെയ്ത് എന്താ പറയുക, വെക്കേറ്റ് ചെയ്തു നമ്മൾ. ഈ പൂള് നോക്കിക്കുക, ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ. ഒരു ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. നല്ല ആ എന്താ പറയുക, ആ വെള്ളം അത്യാവശ്യം നല്ല കോൾഡ് വാട്ടർ, ഈ ചൂടത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലഗേജസ് ഒക്കെ താഴെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കുഞ്ഞ് പ്ലേ ഏരിയ ഉണ്ട്, പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് പ്ലേ ഏരിയ. അപ്പോൾ നമ്മൾ ഓർത്തു കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാം, എന്തായാലും ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ ബേബി ഉണ്ടായിരുന്നു, അപ്പം ബേബീനെ ഒന്ന് ചില്ലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഫുൾ ജോളി മൂഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. ആളായിരുന്നു ഹോൾ ട്രിപ്പിലൊരു സെൻട്രൽ ക്യാരക്ടർ. ആളിൻ്റെ ഇത് വെച്ചിട്ടായിരുന്നു ട്രിപ്പ് തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു സറൗണ്ടിങ്സ് വന്നിട്ട്. അപ്പോൾ ആൾ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു, ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളവിടെ ഊഞ്ഞാലൊക്കെ ആടി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വന്ന് പറഞ്ഞു പോകാനുള്ള ടൈമായി, എല്ലാം സെറ്റിൽ ചെയ്തു, ആ പോവാന്നൊക്കെ. അപ്പം ഇന്ന് വിഷുവിൻ്റെ ദിവസമാണ്. അപ്പോൾ അവർ അവിടെ വരാന്തയിൽ വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു. പിന്നെ പോകുന്ന വഴി ഉച്ചയായപ്പോഴത്തേനും തലേ ദിവസത്തെ അതേ സ്പോട്ട്, ലൊക്കേഷൻ മാത്രം ചെറുതായിട്ടൊന്ന് മാറി. ആവശ്യത്തിൽ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ റിസപ്ഷൻ്റെ സൈഡിലായിട്ട് ഈ കണ്ട ചെറിയൊരു ടാങ്ക് കണ്ടിട്ട് ആളിങ്ങനെ മീനിനെ ആകർഷിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. എന്നിട്ട് നമ്മൾ പോകുന്ന വഴി കൊല്ലം ബീച്ച് വഴിയാണ് കേട്ടോ പോയത്. അപ്പോഴത്തേനും അവിടെ ഇങ്ങനെ കുറേ പേര് പട്ടം പറത്തുന്നുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി അവിടെ ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ് പോയത്. പക്ഷേ വിഷു എൻ്റെ ഒരു ഹോളിഡേ വൈബ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുൾ തിരക്കായിരുന്നു, പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ തൽക്കാലം നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ പാസ് ചെയ്തതൊക്കെ കണ്ടുകൊണ്ട് പോയി. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നപ്പോൾ കാപ്പിൽ കുറച്ച് നേരം ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ അങ്ങ് വീട്ടിൽ പോയി. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.